ഹായ്, ഇന്ന് നമുക്ക് നെത്തോലി മീൻ കറി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി നെത്തോലി, അതിന് അരയ്ക്കാനുള്ള കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി, പുളി അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം പേസ്റ്റ് രൂപമാക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഒരു തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, മീൻ, അതായത് നെത്തോലി മീൻ പച്ച അരച്ച് വയ്ക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതായത് നമ്മൾ മുളകും മല്ലിയൊക്കെ വറുത്ത് വയ്ക്കുന്നതും മല്ലി ഇടാതെ മുളകും മാത്രം ഇട്ട് വയ്ക്കുന്നതും അതൊരു നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നെത്തോലി ഇതിൻ്റെ കൂടെ തക്കാളി ഇട്ട് വയ്ക്കുന്ന തക്കാളിയേക്കാൾ നല്ലത് പുളിഞ്ചിക്കയാണ് കേട്ടോ. പുളിഞ്ചിക്ക അല്ലെങ്കിൽ മാങ്ങ, പക്ഷേ ഏറ്റവും നല്ലത് പുളിഞ്ചിക്ക, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എനിക്ക് മാങ്ങയും കിട്ടിയില്ല, പുളിഞ്ചിക്കയും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തക്കാളി ഇട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാനിത് തേങ്ങയും മുളക് പൊടിയും എല്ലാം കൂടി നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ തേങ്ങയും എല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിറകടുപ്പിലാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് കേട്ടോ മീൻ കറി. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ നെത്തോലി മീനിനുള്ളത് അരച്ച് കലക്കി ചട്ടിയിലാക്കി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ മീൻ ഇട്ടില്ല. കറി നല്ല തിള വന്നതിന് ശേഷം മാത്രമേ ഞാൻ മീൻ കറിയിലേക്ക് ഇടാറുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് നല്ല തിള വരട്ടെ, നമുക്കൊന്ന് മൂടി വയ്ക്കാം. മീനിൻ്റെ അരപ്പ് നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. പതിയെ ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ തിള വരട്ടെ. ഇനി ഇതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് മൂടി വെച്ചു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നെത്തോലി മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണേ.